ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്രതത്തിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫറാളി ഹലുവയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കത് ഓൺലൈൻ ആണെങ്കിൽ ഇതിൻ്റെ പൊടി മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഹൽവയൊക്കെ ഉണ്ടായി കഴിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് മൊത്തം ദിവസം ഫുള്ളായിട്ട് നല്ല എനർജി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ക്ഷീണിച്ച് തളർന്ന് പാടി ഒരു പരുവാകത്തില്ല. അത് കാരണം കൊണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളുടെ എല്ലാവരെയും സ്വാഗതം. ഏറ്റവും ആദ്യം ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫറാളി ആട്ട ആണെങ്കിൽ നമുക്ക് ഇതുപോലെ മേടിക്കാൻ കിട്ടും. ഓൺലൈൻ ആണെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് അപ്പോൾ രാജഗിരി ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഏതാ കിട്ടുന്നത് വെച്ചാൽ അതാണെങ്കിൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കട്ടോരിയോ കപ്പോ അളവിനെടുക്കും. ആ അളവിന് നമുക്ക് എല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ നെയ്യൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. അപ്പോൾ അത് നന്നായിട്ട് ഇതായി കഴിയുമ്പോൾ നമുക്കിത് മാറ്റാവുന്നേ ഉള്ളൂ. ഇനി നമുക്കാണെങ്കിൽ നമ്മൾ പൊടിയെടുത്ത് വെച്ചേക്കുന്ന 1/2 കപ്പ് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊരു ബ്രൗണിഷ് കളറായി വരുന്നവരെ കുറച്ച് സമയം എടുത്തിട്ട് വേണം മാവ് മൂപ്പിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്കാണെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് വരത്തില്ല കേട്ടോ. വായിലേക്ക് ഒട്ടുന്ന രീതി നമുക്ക് തോന്നും. അപ്പോൾ അത് കാരണം ലോ ഫ്ലെയിമിൽ തെറുതിയൊന്നും വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ആ നേരം കൊണ്ട് നമുക്കാണെങ്കിൽ 1/2 കപ്പ്, ഏത് കപ്പിനാണ് നമ്മൾ പൊടി എടുത്തെന്ന് വെച്ചാൽ ആ കപ്പിന് തന്നെ 1/2 കപ്പ് ചെയ്യാനാണെങ്കിൽ ശർക്കര എടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ശർക്കരയുടെ പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇപ്പോൾ അങ്ങനെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. നൂൽപ്പാകം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നല്ലതായിട്ടൊരു ബ്രൗണിഷ് കളറായി വരുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ പാകത്തിനായി കഴിയുമ്പോൾ ഒരു സൈഡിലാണ് നമ്മുടെ ശർക്കര പാനി ആക്കിയില്ല, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. എന്നിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. കുറേശ്ശെ ഒഴിക്കണം. എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്കത് പൊള്ളാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് തെറിക്കുന്നുണ്ട്, അപ്പുറത്തോട്ടൊക്കെ ഒത്തിരി തെറിക്കും. അപ്പോൾ കുറേശ്ശായിട്ട് മുഴുവൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ദേഹത്തൊക്കെ പെട്ടെന്ന് തെറിക്കാൻ തുടങ്ങും. അത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് ഇത്ര നന്നായിട്ടൊന്ന് മിക്സാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പിന്നെ അടിക്ക് പിടിക്കും കേട്ടോ. എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കാണെങ്കിൽ അത് 1/2 ടീസ്പൂൺ നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നമുക്ക് നെയ്യ് മേളിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഷൈനിങ് ലുക്ക് കിട്ടാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. നല്ലതായിട്ടൊന്ന് കാണാൻ നല്ലൊരു ലുക്ക് വരും കേട്ടോ അങ്ങനെ ചെയ്യുമ്പം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി നന്നായിട്ട് അലുവയൊക്കെ വരത്തില്ല, നമുക്ക് നെയ്യൊക്കെ സൈഡിൽ നിന്നൊക്കെ വരത്തില്ലേ, ആ പാകമായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. എപ്പോഴും പറയുന്നിട്ട് അടിക്ക് പിടിക്കും കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതായത് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നേ ഉള്ളൂ. ഇനി ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതായത് തുറന്ന് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് വെച്ചേക്കുന്നില്ല, അപ്പോൾ അതും കൂടെ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇനി ഒന്നും കൂടെ ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ചെയ്ത് കൊടുക്കുക. സൈഡിനൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നെയ്യൊക്കെ തെളിഞ്ഞ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒത്തിരി കണ്ടമാനം ഇട്ടാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജിലാവുമ്പോഴത്തേക്ക് നമുക്കിതേ കടായിൽ നിന്നൊക്കെ വിട്ട് നന്നായിട്ട് ഇതായി വരുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഫറാളി ഹലുവ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.